അതിയായ കാമാസക്തിയാലും അത്യാഗ്രഹത്താലും ഇവർ സ്വന്തം നിലമറന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക, എന്തായിരിക്കും ഇതിന്റെ അവസാനം? ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 76. ലോകത്തിലെ ഏറ്റവും മൂഢന്മാരും ഏറ്റവും ബുദ്ധിമാന്മാരും സുഖമായി ജീവിക്കുന്നു. എന്നാൽ ഈ രണ്ടിനും ഇടയിലുള്ളവരാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്ന് എല്ലാ ഭക്തജനങ്ങളും ഓർത്തുകൊള്ളുക. ഹരേ കൃഷ്ണ. നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഒരു കാലത്ത് അതിയായ സമ്പത്തും സർവ്വ ഐശ്വര്യത്താലും ജീവിച്ചു പോന്നവർ. എന്നാൽ കാലക്രമേണ അവരുടെ സമ്പത്തും സമാധാനവും എല്ലാം നശിക്കുന്നു. പരിപൂർണമായും ഈ കൂട്ടർ പാപ്പരായി തീരുന്നു. ഈ സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം ഒരുപാട് നാളുകൾ കഴിഞ്ഞ് ഇവരെ കാണുമ്പോൾ വീണ്ടും നമ്മൾ അത്ഭുതപ്പെടുന്നു. ആ പഴയ പ്രതാപാവസ്ഥയിലേക്ക് വീണ്ടും അവർ എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ചിലപ്പോൾ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ പോലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഉള്ള സമ്പത്തും സമാധാനവും എല്ലാം നശിച്ചതിന് ശേഷവും വീണ്ടും പഴയ പ്രതാപാവസ്ഥയിലേക്ക് നമ്മളെ ഭഗവാൻ കൊണ്ടെത്തിക്കുന്നത് എന്തിനാണ് എന്നും ഇതിന്റെ എല്ലാം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ മഹാരഹസ്യം എന്താണെന്നും ഒക്കെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും കേട്ടോ ഇന്നത്തെ ഈ വിഷയം. തീർച്ചയായും മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ പറയണ്ടല്ലോ, വീഡിയോയുടെ അവസാനത്തിനുള്ളിൽ തന്നെ ചെറുതായൊന്ന് ലൈക്കും ചെയ്യാട്ടോ. എന്നിരുന്നാൽ മാത്രമേ ഇതേപോലെയുള്ള നമ്മുടെ എങ്കിലമെന്റ് കൃഷ്ണ ചാനലിൽ ഇടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. അവർക്കും നിങ്ങൾ ചെയ്യുന്ന ഒരു ഉപകാരമാണ് അത്. അപ്പോൾ മറക്കണ്ട. ശരി, ഒട്ടും തന്നെയും ദീർഘിപ്പിക്കുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. തുടക്കം നമ്മൾ പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, തുടക്കം ഒരുപാട് സമ്പത്തും സർവ്വ സൗഭാഗ്യത്തോടെയും കൂടി ജീവിക്കുന്നവർ ശേഷം പരിപൂർണമായും തകരുന്നു, വീണ്ടും പഴയ പ്രതാപാവസ്ഥയിലേക്ക് എത്തുന്നു. ഇവയെ രണ്ട് രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഒന്നാമത്തേത് ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം. എന്നാൽ രണ്ടാമത്തെ ഒരു അവസ്ഥയുണ്ട്. എങ്ങനെയൊക്കെയോ സർവ്വ സൗഭാഗ്യങ്ങളും സമ്പത്തും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞൊടിയിടയിൽ അവയെല്ലാം അപ്രത്യക്ഷമാവുകയും പിന്നീട് ജീവിതകാലം മുഴുവനും പട്ടിണിയും ദാരിദ്ര്യത്തോടെയും ജീവിക്കുന്ന അവസ്ഥ. നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തി ഭഗവാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ രണ്ട് രീതിയിലൂടെ ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവ രണ്ടിനും അഭേദ്യമായ ബന്ധങ്ങളാണുള്ളത്. അതിനെ കർമ്മമെന്നോ പ്രവൃത്തി വൈഭവമെന്നോ ഒക്കെ നമുക്ക് പേരുകളിട്ട് വിളിക്കാം. ഇതിൽ ഒന്നാമതായി നാം പറഞ്ഞ കാര്യം തീർത്തും പരീക്ഷണങ്ങളാലും ലക്ഷണങ്ങളാലും എന്തിന് സൂചനകളാലും നിറഞ്ഞതാണ് എന്ന് ഭക്തജനങ്ങൾ ഓരോരുത്തരും ഓർത്തുകൊള്ളുക. തന്റെ ഇടത്തരം ജീവിത സാഹചര്യത്തിൽ എപ്പോഴും ഭഗവാനെ വിളിക്കുകയും ശ്രേഷ്ഠമായ ദാനധർമ്മങ്ങളിലും നിത്യക്ഷേത്ര ദർശനത്തിലുമെല്ലാം കഴിഞ്ഞ ഒരു കുടുംബത്തെ ഭഗവാൻ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുകയും അവർക്ക് എല്ലാവിധ സർവ്വ സൗഭാഗ്യങ്ങളും നൽകുകയും ചെയ്യുന്നു. സമ്പത്തും സർവ്വ ഐശ്വര്യവും കുടുംബത്തിൽ സമാധാനവും ഭഗവാന്റെ കൃപയാൽ അവർക്ക് ലഭിക്കുന്നു. എന്നാൽ ഇതെല്ലാം ലഭിച്ചതിന് ശേഷം ഭഗവാനെ മറക്കുകയും പ്രാർത്ഥനകളിൽ നിന്നും ദാനധർമ്മങ്ങളിൽ നിന്നും ആഴ്ചതോറുമുള്ള ക്ഷേത്ര സന്ദർശനത്തിൽ നിന്നുമെല്ലാം ഇവർ വിട്ടുനിൽക്കുന്നു. അതിയായ കാമാസക്തിയാലും അത്യാഗ്രഹത്താലും ഇവർ സ്വന്തം നിലമറന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക, എന്തായിരിക്കും ഇതിന്റെ അവസാനം? നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് ഇവരെ പരിപൂർണമായും ഭഗവാൻ തകർത്ത് കളയുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല അവിടെ സംഭവിക്കുന്നത്. ഭഗവാൻ ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നു. സൂചനകളാലും ലക്ഷണങ്ങളാലും അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നിന്റെ പ്രവൃത്തികൾ തീർത്തും ശരിയല്ല, നീ തിന്മയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാകും ഭഗവാൻ സൂചനകളിലൂടെ നമുക്ക് നൽകുന്നത്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ചിലപ്പോൾ നമ്മുടെ സമ്പത്തെല്ലാം അപഹരിക്കപ്പെടുന്നതാകാം. ഈ കൂട്ടരുടെ സമാധാനവും സന്തോഷവുമെല്ലാം
ഭഗവാൻ തിരിച്ചെടുക്കുന്നതാകാം. ഇതെല്ലാം വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവർ പതിയെ പതിയെ പാപ്പരായി തീരുവാൻ തുടങ്ങുന്നു. പഴയ ആ ഇടത്തരം അവസ്ഥയിലേക്ക് പോകുവാനുള്ള വഴി അവർ തന്നെ ഒരുക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള അനർത്ഥങ്ങൾ തുടരെ തുടരെ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തോന്നലുകൾ ഉണ്ടാകാം. തന്റെ പ്രവൃത്തികളൊന്നും ശരിയല്ല എന്നും ഇത്രയും നാൾ ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം ഭഗവാനെ മറന്നായിരുന്നു എന്നുള്ള ചിന്ത അവരിലേക്ക് വീണ്ടും വരികയാണ് ചെയ്യുന്നത്. തന്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കിയ അവർ വീണ്ടും ഭഗവാനിലേക്ക് അടുക്കുകയും ദാനധർമ്മങ്ങളാലും പ്രാർത്ഥനകളാലും പിന്നീടുള്ള തന്റെ ജീവിതം ഭഗവാന് വേണ്ടി പരിപൂർണമായും സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം വീണ്ടും അവരിലേക്ക് സമ്പത്തും സർവ്വ സൗഭാഗ്യവും വന്നെത്തുന്നു. ശേഷമുള്ള അവരുടെ ജീവിതം സ്വർഗതുല്യമായി തീരുകയാണ് ചെയ്യുന്നത് എന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. മാത്രമല്ല, ഒന്നോർത്തു വെളുക, തുടക്കമേ തന്നെ നല്ല പ്രവൃത്തികൾ കൊണ്ടും നല്ല നല്ല കർമ്മങ്ങൾ കൊണ്ടും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നവരുടെ ജീവിതം ഇത്തരത്തിലാണ് മുന്നോട്ടു പോകുന്നത്. ഒരിക്കലും പരിപൂർണമായും ഭഗവാൻ അവരെ കൈവിടില്ല. നാം എല്ലാം മനുഷ്യരാണ്. തന്റെ ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഭഗവാൻ അത് തിരുത്തുവാനുള്ള അവസരങ്ങൾ ഒരുപാട് നമുക്ക് നൽകും. സൂചനകളാലും ലക്ഷണങ്ങളാലും അവ നമ്മിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. തന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആ തെറ്റുകളെല്ലാം നാം മനസ്സിലാക്കുകയും വീണ്ടും ഭഗവാനിലേക്ക് അടുക്കുകയുമാണ് ചെയ്യുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാണ് സമ്പത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ, സർവ്വ ഐശ്വര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് എങ്കിൽ അത് ഒരിക്കലും ശാശ്വതമായി തീരുകയില്ല. കുറച്ച് നാളുകൾ മാത്രമേ നിങ്ങൾക്കത് അനുഭവിക്കുവാനായി സാധിക്കുകയുള്ളൂ. ഞൊടിയിടയിൽ അവ അപ്രത്യക്ഷമാവുകയും പിന്നീടുള്ള തന്റെ ജീവിതകാലം മുഴുവനും ചിലപ്പോൾ തലമുറകളോളം ദരിദ്രരായി ജീവിക്കുവാനുള്ള അവസ്ഥ വരികയാണ് ചെയ്യുന്നത്. ആയതിനാൽ ഈ നിമിഷം തന്നെ നിങ്ങളുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മത്തെയും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം ഭക്തജനങ്ങളും ഇപ്പോൾ ഇടത്തരക്കാരാണ് എങ്കിൽ നാളെ നിങ്ങൾക്ക് സർവ്വ സമ്പത്തും ഐശ്വര്യവും ഉണ്ടായേക്കാം. ആ ജീവിതയാത്രയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ആ സർവ്വ സൗഭാഗ്യം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും ഭഗവാനെ വിസ്മരിക്കാതിരിക്കുക. ദാനധർമ്മങ്ങൾക്ക് മുടക്കം വരുത്താതിരിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ലഭ്യമായ സമ്പത്തും ഐശ്വര്യങ്ങളും എന്നേക്കും നിലനിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പരമമായ സത്യമാണ്. അവസാനമായി എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണ് എങ്കിൽ, വഴിപാടുകളെക്കാളും പൂജകളെക്കാളും ഞാൻ മഹത്തരമായി കരുതുന്നത് ദാനധർമ്മങ്ങളെയാണ്. അതിപ്പോൾ എങ്ങനെയുമാകാം. വസ്ത്രം, ഗ്രന്ഥങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണം, ചെറിയ രീതിയിലുള്ള സാമ്പത്തികപരമായ സഹായങ്ങൾ, ഇവയെല്ലാമാണ് ഞാൻ മഹത്തരമായി കാണുന്നത്. ഇത്തരത്തിലുള്ള ദാനങ്ങൾ എന്നേക്കും നമ്മുടെ ജീവിതത്തെ സന്തോഷത്തോടെ നിർത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തലമുറകളോളം അതിന്റെ പുണ്യം നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ചെയ്ത ദാനധർമ്മങ്ങൾക്ക് കണക്ക് പറയാതെ ഇരുന്നാൽ എന്നേക്കും അതിന്റെ പുണ്യം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക തന്നെ ചെയ്യും. ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് പറയുവാനുള്ള കാര്യങ്ങൾ. ഇന്നത്തെ ഈ വീഡിയോയെ കുറിച്ചുള്ള, ഇന്ന് തിരഞ്ഞെടുത്ത ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും അതെന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മടിക്കരുത്. നെഗറ്റീവോ പോസിറ്റീവോ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, എഴുതുക കേട്ടോ. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇടുന്ന വീഡിയോകളെല്ലാം കൂടുതൽ മെച്ചപ്പെടുത്തുവാനായി സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും കാണുമ്പോൾ വീണ്ടും വീഡിയോകൾ ചെയ്യുവാനുള്ള പ്രചോദനമാണ് ലഭിക്കുന്നത്. ആയതിനാൽ അതിനൊരു മടിയും കാണിക്കണ്ട. ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഹരികൃഷ്ണൻ എന്ന നാമധേയത്തിലുള്ള ഒരു ഏട്ടനാണ്. ഏട്ടന്റെ സ്വദേശം ആലപ്പുഴ. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെ വേണമെന്ന് ഏട്ടൻ പറഞ്ഞിരുന്നു. അതിൽ പ്രതിയാണ് ഇന്നത്തെ ഈ വിഷയം ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഏത് ആഗ്രഹം പ്രതിയാണ് ഹരിയേട്ടൻ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റത്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഏട്ടനും കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ സർവ്വ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും കൂടുതലായും ഇതേപോലെയുള്ള അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പാക്കലാം. നന്ദി, നമസ്കാരം.